Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com 4 സെമസ്റ്റർ എക്സാം ടൈം ടേബിൾ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ദെൻ പബ്ലിഷ് ചെയ്തതിന് ശേഷം ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഈ എക്സാം പോസ്റ്റ്പോൺ ചെയ്യാനുള്ള സാധ്യത വല്ലതുമുണ്ടോ? അതുപോലെ തന്നെ നമുക്ക് ടൈം ടേബിളിന്റെ ഡീറ്റെയിൽസിലോട്ട് കൂടെ പോകണം. ദെൻ അതിൽ 4 സെമസ്റ്റർ ആയതുകൊണ്ട് തന്നെ 4 സബ്ജക്ട്സ്, ദെൻ അതിൻ്റെ കൂടെ ഒരു വൈവ ഇങ്ങനെയാണ് ഉള്ളത്. സോ വൈവയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്, സോ വൈവയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് എങ്ങനെയൊക്കെ ചെയ്യണം, ഈ ഒരു കാര്യം കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും ആ ടൈം ടേബിളിൻ്റെ ഡീറ്റെയിൽസിലോട്ട് ഒന്ന് കടക്കാം. എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതാണ് നോട്ടിഫിക്കേഷൻ. PG പ്രോഗ്രാംസ് 2024 ജൂലൈ അഡ്മിഷൻ ഇൻടേക്ക് 5. സോ M.Com 4 സെമസ്റ്റർ. സോ ഇതിൻ്റെ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തത് ഇന്നലെ മുതലാണ്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. സോ ഡേറ്റ് ഇതാണ് 12-ാം തീയതി. വിതൗട്ട് ഫൈൻ, ഫൈനോടുകൂടി 210 രൂപ 15. ദെൻ സൂപ്പർ ഫൈൻ 18/6/2026. ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് 27/6/2026. ആക്ച്വലി നമ്മൾ ഇത്ര പെട്ടെന്ന് പറഞ്ഞ പോലെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ദെൻ ടോട്ടൽ ഫീയുടെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. വിത്തൗട്ട് ഫൈൻ 2275, വിത്ത് എ ഫൈൻ 2485, ദെൻ സൂപ്പർ ഫൈൻ 2800. ഇതാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ടൈം ടേബിളിലോട്ട് നേരെ കിടക്കാം കേട്ടോ. 27-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് M.Com-ന്റെ എക്സാം. സോ ഇതാണ് ഡീറ്റെയിൽസ്. MA അതിനുശേഷം M.Com. അപ്പോൾ ഇതാണ് ടൈം ടേബിൾ വന്നിരിക്കുന്നത്. 27-ാം തീയതിയാണ് ആദ്യത്തെ എക്സാം. മാനേജ്മെന്റ് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ് ആണ്. പിന്നെ GST 28-ാം തീയതി. 2 എക്സാം അടുപ്പിച്ച് വരുന്നുണ്ട്. അതിനുശേഷം 4-7 ജൂലൈയിലാണ് അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ലാസ്റ്റ് എക്സാം വരുന്നത് ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് 5/7/2026. ദെൻ ലാസ്റ്റ് നിങ്ങൾക്ക് വൈവയാണ് 26/7/2026. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടൈം ടേബിൾ ഡീറ്റെയിൽസ്. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ ആദ്യം കുട്ടികൾ ചോദിച്ചിട്ടുള്ള മറുപടി പറയാം. എക്സാം പോസ്റ്റ്പോൺ ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? നിങ്ങൾ 4 സെമസ്റ്റർ ആയതുകൊണ്ട് തന്നെ സാധ്യത വളരെ കുറവാണ്. ഒരുപാട് പേര് റിക്വസ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് എക്സാം പോസ്റ്റ്പോൺ ചെയ്യാൻ വേണ്ടിയിട്ട്. നടക്കോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ടൈം ടേബിൾ ബേസിൽ തന്നെ നമ്മുടെ പഠനം ആരംഭിക്കാം. അറ്റ് പ്രസന്റ് എല്ലാവരും പ്രൊജക്റ്റിന്റെ തിരക്കിലായിരിക്കും എന്നുള്ളത് എനിക്കറിയാം. പ്രൊജക്റ്റ് വെക്കലാണ് ഫസ്റ്റ്. സോ നിങ്ങൾ പ്രൊജക്റ്റ് വെക്കുന്നതിന്റെ കാര്യങ്ങളിലോട്ട് എന്തായാലും ആദ്യം കടക്കുക. അതിനുശേഷം നമ്മുടെ പഠനം കൂടി നമുക്ക് ആരംഭിക്കണം. ഓരോ പേപ്പറും എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് ഞാൻ സെപ്പറേറ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലെ ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ഇതിലൂടെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ദെൻ വൈവ അറ്റൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തായാലും നമുക്ക് 26/7/2026 ജൂലൈ അവസാനമാണ്. അപ്പോൾ നിങ്ങൾ ആരും അതിനെ പറ്റിയിട്ട് വറി ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുവേണ്ടിയുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എങ്ങനെയാണ് വൈവയെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളത്. അറ്റ് പ്രസൻറ്റ് നിങ്ങൾ എന്തെങ്കിലും പ്രൊജക്റ്റ് കൊണ്ട് സബ്മിറ്റ് ചെയ്യൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ 2 വർഷത്തെ കോഴ്സിൻ്റെ അവസാന ടൈം പീരീഡിലോട്ട് നിങ്ങൾ എത്തിയിരിക്കുകയാണ് കേട്ടോ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. Have a nice day. Thank you.